വേനൽ ചൂട് അസഹനീയമായതോടെ യാത്രക്കാരെയും നഗരങ്ങളിലേക്ക് എത്തുന്നവരെയും ഒക്കെ ഇത് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്. അവർ കൂടുതൽ ദുരിതത്തിലാവുകയാണ്. പകൽ സമയത്ത് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്തതും ഈ സമയത്ത് ചൂട് കൂടുതലായതും ഉപജീവന മാർഗത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം ഒഴിവ് സമയങ്ങളിൽ വിശ്രമിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ് സാധാരണക്കാർ. സാധാരണക്കാരൻ മുതൽ സമൂഹത്തിന്റെ മുകൾത്തട്ടിൽ നിൽക്കുന്നവരെ പോലും അസഹനീയമായ ചൂട് വലിയ രീതിയിൽ ദുരിതത്തിലാക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാവുന്നത് പുറം ജോലികൾ ചെയ്യുന്നത്, അതായത് തട്ടുകടകളും ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും ലോട്ടറി വിൽപ്പനക്കാരും അടക്കമുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള അവരുടെ ജീവിതവും വളരെ വലിയ രീതിയിൽ ദുസ്സഹമായിട്ടുണ്ട്. ഒപ്പം അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം കാണപ്പെടുന്നത്. അതിരാവിലെ മുതൽ കനത്ത ചൂടാണ്. പുറത്തേക്കിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. എന്നാൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും കുടുംബം മുന്നോട്ട് പോകണം. സാധാരണക്കാർക്ക് എല്ലാം അതിജീവിച്ചേ മതിയാകും. ചൂട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റാത്ത ചൂട് തന്നെയാണ്. ഇടയിൽ ഇപ്പോൾ ഒരാഴ്ച ഉണ്ട്. ഇപ്പം ഇന്നത്തെ അല്പം കുറവുണ്ടായിരുന്നു. ഒരാഴ്ച കൊണ്ട് അധികം ചൂട് തന്നെ. ഇനി വണ്ടിക്ക് തിരിക്കാൻ പറ്റുന്നില്ല. അത്രയൊക്കെ ഇപ്പം ചൂട് തന്നെ. ഓട്ടം ഉണ്ട്. ഇപ്പം ആരും പുറത്തിറങ്ങില്ല. ഉള്ള ഓരോ രാവിലെ ഓഫീസ് ടൈമിനുള്ള ഓട്ടം തന്നെയാണ്. പിന്നെ വൈകുന്നേരം 4:30 മണി to 7 മണി വരെയുള്ള ഓട്ടം. ചൂട് കാരണം വലിയ പാട്. 3 ലിറ്റർ വെള്ളം കൊണ്ടുവരും വീട്ടിൽ നിന്ന്. ഫ്ലാസ്കിൽ കൊണ്ടുവരും. ആ 3 ലിറ്റർ വെള്ളം കുടിക്കണത്. പുറത്തുനിന്ന് കട്ടഞ്ഞ് കുടിക്കും. അങ്ങനെ 4-5 ലിറ്റർ വെള്ളമാണ് കുടിക്കുന്നത്. അതിഥി തൊഴിലാളികളുടെ സാഹചര്യം വ്യത്യസ്തമല്ല. ഉത്തരേന്ത്യയേക്കാൾ ചൂട് ഇവിടെയുണ്ടെന്ന് ഭായിമാർ പറയും. ഭയങ്കര ചൂടാണ് ബ്രോ. ഇപ്പോഴേ നമ്മുടെ ജ്യൂസ് സർബത്ത് കുടിക്കുന്ന ഭയങ്കര ചൂടുണ്ട്. നാട്ടിൽ ഇത്ര ചൂടില്ല. പക്ഷേ കേരളയിൽ ഇപ്പോഴേ ഇന്ന് ഈ മാസം ഭയങ്കര ചൂടാണ്. ചൂട് ആൾ വരുന്നില്ല, വെളിയിൽ ഇറങ്ങില്ല ചൂട് സമയം. തട്ടുകടയും ലോട്ടറി വിൽപ്പന നടത്തുന്നവരും ഒക്കെ ചൂടിനോട് പൊരുതിയാണ് ദിവസവും ജോലി ചെയ്യുന്നത്. ജനങ്ങൾ പുറത്തേക്ക് അധികം ഇറങ്ങാത്തതും ഇവർക്ക് വെല്ലുവിളിയായിട്ടുണ്ട്. വരുന്ന ആഴ്ചയും ചൂട് കൂടുതലായിരിക്കും എന്നാണ് കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും അതുവരെ ഈ ചൂട് സഹിച്ചേ മതിയാകൂ. അധികൃതർ കൃത്യമായ നിർദ്ദേശങ്ങൾ പുറത്തിറക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഇത് പാലിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.